ലോകത്തെ നമ്പർ 1 ടൂ വീലർ മാനുഫാക്ചർ ആയ ഹീറോ മോട്ടോർ കോപ്പ് അങ്ങനെ ഇറ്റലിയിൽ മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഹീറോന്റെ ഇന്റർനാഷണൽ മാർക്കറ്റിലെ 49ാമത്തെ രാജ്യമാണിത്. ഇറ്റലിയിൽ ഹീറോന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്ന പെൽപി ഇന്റർനാഷണൽ ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ് ഇതെല്ലാം. ഇറ്റലി ചെന്നിട്ട് ഇറ്റാലിയൻ മോട്ടോർ സൈക്കിളിനൊപ്പം നമ്മുടെ ഒരു ഇന്ത്യൻ ബ്രാൻഡ് കാണാൻ സാധിക്കാതെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. ഇതിലൂടെ ഹീറോന്റെ ക്വാളിറ്റിയും ഇംപ്രൂവ് ആവുകയും ചെയ്യും. നമുക്കും ഇറ്റാലിയൻ ഡിസൈനും ഇറ്റാലിയൻ നിലവാരത്തിലുള്ള മോട്ടോർ സൈക്കിൾ ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിലവിൽ 2 മോട്ടോർ സൈക്കിളാണ് അവർ ലോഞ്ച് ചെയ്തേക്കുന്നത്. അത് ഏതൊക്കെയാന്ന് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ഒന്ന് എക്സ്പൾസ് 200 4Vയും ഹീറോന്റെ തന്നെ മാർവിക് 440യും അവിടെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോറി, ഇത് ഇന്ത്യൻ നെയിമാണ് മാർവിക്. അവിടെ ഇതിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. സോറി, ഇറ്റലിയിൽ വരുമ്പോൾ ഇതിന്റെ ബ്രാൻഡ് നെയിം തന്നെ ഹങ്ക് 440 എന്നാണ്. എന്തുകൊണ്ടാണ് മാർവിക്ക് ഹങ്കിലോട്ട് എന്നുള്ളതിനുള്ള ഉത്തരവൊന്നും എനിക്കില്ല. ഹീറോ ഹോണ്ട ആയിരുന്ന കാലത്ത് പഴയ ഹങ്ക് ഇവിടെ ഇറക്കിയിട്ടുണ്ടാവും. ആ ഒരു ഓർമ്മ പുതുക്കലും കൂടിയായിരിക്കാം ഇത്. അധികം വൈകാതെ തന്നെ എക്സ്പൾസ് 210ഉം ഇവിടെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇവിടെ ഇത് ഹങ്ക് ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത് മാർവിക്കാണ്. ഇനി ഇവര് പേര് മാറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യയിൽ ഇതേവരെയായിട്ട് മാർവിക്കിന്റെ അപ്ഡേറ്റഡ് വേരിയന്റ് ലോഞ്ച് ചെയ്തിട്ടില്ല. ഫ്രണ്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഗോൾഡൻ USD ഫോർക്ക് കമ്പനി നൽകിയിട്ടുണ്ട്. പിന്നെ ഹാർലി ഡേവിഡ്സൺ X440 യൂസ് ചെയ്ത സെയിം മീറ്റർ കൺസോൾ തന്നെ ഇവിടെയും യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ആ പഴയ സസ്പെൻഷൻ അതേപടി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ട്വിൻ ഗ്യാസ് ചാർജ്ഡ് സസ്പെൻഷൻ. ഈ ഇറ്റാലിയൻ വേരിയന്റിന് ഗ്യാസ് ചാർജ് സസ്പെൻഷൻ നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അറ്റ്ലീസ്റ്റ് ഇന്ത്യൻ വേരിയന്റ് നൽകിയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ സെയിം മോഡൽ തന്നെ ആയിരിക്കും ഇന്ത്യയിലും വരാൻ പോകുന്നത്. പിന്നെ മോട്ടോർ സൈക്കിളിലെ ഗ്രാഫിക്സിലും കളർ വേരിയൻസിലും വ്യത്യാസമുണ്ട്. കമ്പനി ഇത് ഗ്രാഫിക്സ് ചെയ്ത് കൊളമാക്കിയിട്ടില്ല. മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഗ്രാഫിക്സ് തന്നെയാണ് കമ്പനി നൽകിയിരിക്കുന്നത്. ഈ USD ഫോർക്കൊക്കെ ആദ്യമേ തന്നെ ലോഞ്ച് ചെയ്തപ്പോൾ നൽകാമായിരുന്നു. എനിക്ക് ഈ മോട്ടോർ സൈക്കിളിലെ ബാക്ക് ഡിസൈൻ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. വണ്ടി ഇന്ത്യയിൽ ലോഞ്ച് ആയെങ്കിൽ മാത്രമാണ് വേറെ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് കമ്പനി വരുത്തിയേക്കണെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. എഞ്ചിൻ സെയിം 440cc ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും വരട്ടെ.